ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 71ാമത്തെ ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡീപ്പ് ഓയിലിംഗ് ഡേ ആണ്. നന്നായിട്ട് സ്കാൽപ്പിലും മുടിയുടെ ലെങ്തിലേക്കൊക്കെ ഓയിൽ ചെയ്യുന്ന ഡേ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിന് ശേഷം ഷാമ്പു വാഷും കൂടി ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഷാമ്പുവും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷാമ്പു എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ആഫ്റ്റർ വാഷിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓയിലിംഗ് ആണ്. നല്ലോണം ഓയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഡേയിലും നമ്മൾ വളരെ കുറച്ച് ഓയിലായിരിക്കും മുടിയുടെ ലെങ്തിലേക്കാണെങ്കിലും സ്കാൽപ്പിലേക്കാണെങ്കിലും തേച്ച് കൊടുക്കുക. പക്ഷേ ഈ ഒരു ഡേയിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുക്കുക. നിങ്ങളുടെ മുടിയുടെ ലെങ്തിനും തിക്നെസ്സിനും അനുസരിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ഓയിൽ വേണോ അത്രത്തോളം ഓയിൽ എടുക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതിന് ശേഷം മുടിയുടെ ലെങ്തിലേക്കും കൂടി നമുക്ക് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് തല കുളിർക്ക് ഇന്ന് എണ്ണയൊക്കെ തേച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പം നമ്മൾ ഇതുവരെ ഉള്ള ദിവസങ്ങളിലൊന്നും ഷാമ്പു ഈ ഒരു വീക്കിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നന്നായിട്ട് ഷാമ്പു ഒക്കെ ഇട്ടിട്ട് ഹെയർ വാഷും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു ആയിട്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ആ ഒരു ഷാമ്പു പ്രിപ്പയർ ചെയ്ത് ചെയ്യാം കേട്ടോ. കാരണം അത്രയ്ക്കും നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഷാമ്പു ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അതായത് എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുൻപേ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷാമ്പു കാര്യങ്ങളാണ്. പിന്നെ എനിക്കത് അങ്ങോട്ട് ചെയ്യാൻ എപ്പോഴും ഈ ഒരു ചലഞ്ചിലൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ആ ഒരു ഷാമ്പു തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിക്കണില്ല. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കൂട്ടോ. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ഷാമ്പു നിങ്ങൾ വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമ്മുടെ മുടീനെ നന്നായിട്ടൊരു സിൽക്കി സ്മൂത്തായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഷാമ്പു ആണ് കേട്ടോ. പ്ലസ് ഇതൊരു നാച്ചുറൽ ഷാമ്പു ആയതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്കും ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും ഒക്കെ അടിപൊളി റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. ഇനി മുടി ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയായിരിക്കും നമ്മുടെ മുടി കിടക്കുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുടി നന്നായിട്ട് കിടക്കും കേട്ടോ. നല്ല മാനേജബിൾ ആയിരിക്കും, നല്ല സ്മൂത്തായിട്ട് കിടക്കും കേട്ടോ.